ഇതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ അല്ല മറ്റു ചാനലിലോ അവിടെ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടിയിട്ട് എൻ്റെ നെഞ്ചത്തേക്ക് കയറും. നിസാറോ എന്ന് പറയുന്ന ഒരു കഥ നമ്മുടെ റീഡേഴ്സ് ഫോറത്തിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും ഒന്ന് വായിക്കണം എന്നുള്ള, അതെങ്കിലും ഈ ഒരു പരിപാടിക്ക് തന്നെ വായിക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് ധാരാളം കഥകൾ വായിച്ചിട്ടുണ്ടെങ്കിലും അടുത്തിടെ വായിച്ച ആ കഥയെ ആസ്പദമാക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അതിന്റെ പേരിന്റെ അർത്ഥമാണ്. എങ്ങനെയാണ് ആ പേര് കണ്ടെത്തിയത്? ഞാനത് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് അതിന് അർത്ഥവക്തമായ ഒരു പേര് തന്നെയാണ്. മെസപ്പൊട്ടോമിയയിലെ നീതി ദേവതയുടെ പേരാണ് കൊടുത്തത്. അത് കാലിക പ്രസക്തി ഉണ്ട് എന്ന് പറയാൻ കാരണം, ആ ഒരു കുട്ടി വളരെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ ഒരു കുട്ടി ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഹബീബുള്ളയുടെ മരണത്തെ സാക്ഷി പറയാൻ വേണ്ടി വിളിക്കുകയും ഇതുവരെ വയറു നിറച്ച് ഭക്ഷണം കഴിക്കാത്ത കുട്ടിക്ക് ബന്ധൂര വാങ്ങിക്കൊടുത്ത് സ്വപ്നം കണ്ടുറങ്ങിയ അവന്റെ സ്പൈഡർമാന്റെ ഉടുപ്പുമുട്ട് അവസാനം നീതിപീഠത്തിന്റെ മുന്നിൽ കയറി നിന്നപ്പോൾ അവൻ വാക്ക് മാറ്റിയില്ല, സത്യം സത്യം പോലെ പറഞ്ഞു. എന്നാൽ നമ്മുടെ എഴുത്തുകാരൻ ഉൾപ്പെടുന്ന ഒരു സിനിമാ മേഖലയിൽ അതിജീവിതയ്ക്ക് എതിരെ പ്രഗത്ഭരായ ധാരാളം ആൾക്കാർ കൂറുമാറിയത് അതിനെ അനുസ്മരിപ്പിക്കാനാണോ അല്ലെങ്കിൽ അവർക്കും കൂടി വായിക്കാനാണോ നിസാർ എഴുതിയതെന്ന് എനിക്ക് തോന്നിപ്പോയി. ആരെങ്കിലും ആ സിനിമാ മേഖലയിൽ നിന്ന് നിസാർ വായിച്ചിട്ട് ആ കുട്ടിയുടെ, അബി എന്ന് പറയുന്ന കുട്ടിയുടെ അത്രയെങ്കിലും നീതിബോധമില്ലാത്തവരായി പോയോ ഞങ്ങൾ എന്ന് കുറ്റബോധത്തോടു കൂടി ആരെങ്കിലും സന്തോഷ് സാറിനെ വിളിച്ചിട്ടുണ്ടോ എന്ന് ഒരു സംശയമുണ്ട്. ആരെങ്കിലും അത് തിരിച്ചറിഞ്ഞോ? ആ ഒരു നിസാറിന്റെ കഥ അവർക്കിട്ട് വെച്ചതാണോ എന്നുള്ള ഒരു സംശയം കൂടി ഉണ്ട്. സിനിമാ മേഖലയിൽ നിന്ന് പ്രത്യേകിച്ച് ഇത് പരാമർശിക്കാതെ പോയത് നമ്മുടെ കുറച്ച് ആൾക്കാർക്ക് ചിലപ്പോൾ പിന്നെ സന്തോഷ് സാറ് എഴുതിയ സിനിമകളുടെ പേര് പറഞ്ഞാൽ അറിയായിരിക്കും. ബാച്ചിലർ പാർട്ടി മുതൽ ചന്ദ്രേട്ടൻ എവിടെയാണ്, പിന്നെ അന്നയൻ റസൂല്, ധാരാളം സിനിമ കഥകൾ എഴുതിയ ഒരാളും കൂടിയാണ്. അപ്പൊ സിനിമാ ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾ ആയതുകൊണ്ട് ഈ നിസാർ എഴുതിയപ്പോൾ ആ ഒരു സാധനം പോയി നിൽക്കുന്നത് അവർക്കും കൂടെ ഉള്ള ഒരു അമ്പാണോ എന്നുള്ള ഒരു സംശയം എന്നിലുണ്ട്. ഒന്ന് തീർച്ചയായും എന്റെ കഞ്ഞുകൂടി മുട്ടിക്കുന്ന ഒരു ചോദ്യമായിപ്പോയി. ഇല്ല, ഇത് രണ്ട് വിഷയമാണ്. കാരണം വെച്ചാൽ ഇപ്പോ ദിലീപിന്റെ വിഷയം ഞാൻ സിനിമാ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്കതിൽ അങ്ങനത്തെ പേടിയോ അങ്ങനത്തെ കാര്യം ഉള്ളത് കൊണ്ടല്ല. എനിക്കിപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ മൊത്തം സമൂഹം ചെയ്തു അതിജീവിതക്കൊപ്പം തന്നെയാണ്. ആ ഒരു യാതൊരു സംശയമില്ല. ഒരു പെൺകുട്ടിയെ ഈ രീതിയിൽ ബ്രൂട്ടലായിട്ട് ഈ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ആർക്കും അവകാശമില്ല. അത് 100% ശരിയാണ്. അതിനെക്കുറിച്ചിട്ട് നമുക്കിതേ ഒരു തരത്തിലുള്ള സംശയമില്ല ആ കാര്യത്തിൽ. അത് അതിജീവിതയുടെ കൂടെ തന്നെയാണ്, 100% കൂടെ തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് ദിലീപ് അതിൽ കുറ്റക്കാരനാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പൊ ആ സംശയത്തിന്റെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ സിനിമ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്. ചിലപ്പോൾ എന്നോട് പല ആൾക്കാർക്കും വിരുദ്ധമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവാം. അപ്പൊ എൻ്റെ അഭിപ്രായമാണ്, ഞാൻ ഇപ്പൊ പറഞ്ഞ അഭിപ്രായമല്ല. ഈ സംഭവം നടന്നിട്ട് 8 വർഷം മുമ്പ് പത്രക്കാർ വന്നിട്ട് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അയാൾ കുറ്റാരോപിതനാണ്. അയാൾ ഒരിക്കലും കൺവിക്റ്റ് അല്ല, ആയിട്ടില്ല. പക്ഷെ കുറ്റാരോപിതനായ എത്ര ആൾക്കാർ നമ്മൾ ഇവിടെ നിന്ന് പിന്നെ കുറെ കഴിയുന്ന സമയത്ത് ഇതൊന്നും അല്ലാതെ നമ്പി നാരായണനെ പോലുള്ള ആൾക്കാരുടെ ആ മനുഷ്യൻ അനുഭവിച്ച ഒരു ട്രോമ എന്താണെന്ന് നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? അയാളെ നമ്മൾ വെറും ഒരു ശ്രീലംബടനായിട്ടും ഇന്ത്യക്ക് വേണ്ടിയിട്ട്, അതായത് ഈ പറയുന്ന പോലെ വിവരം കെട്ട പത്രക്കാരും വിവരം കെട്ട ഈ പോലീസുകാരുമാണ് എല്ലാവരും അല്ല ഞാൻ പറയുന്നത്. വിവരം കെട്ട ചില പോലീസുകാരും അതായത് അത് അന്വേഷിക്കുമ്പോൾ ആ പോലീസുകാരന് എന്താണ് ഈ പറയുന്ന പോലെ ഈ സ്പേസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ എന്താണ്, അതിലെന്താണ് നടക്കാറുണ്ട് പോകുന്നത്, അല്ലെങ്കിൽ മിസൈലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ ക്രയോജനിക്കുമായിട്ട് പിന്നെ സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള, അതിൻ്റെ സയൻസുമായിട്ട് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഉണ്ടായിരിക്കണം. ഇതെങ്ങനെയാണ് റഷ്യയിൽ നേരെ പോയിട്ട് അവരുടെ അവിടുന്ന് മോനെ മറ്റേ ഗർബച്ചോവെ ഒന്നും ഇങ്ങോട്ട് എഴുതി തന്നേ ഇതെന്ന് പറഞ്ഞാലൊന്നും അവനെ എഴുതി തരുമൊന്നും ചെയ്യില്ല.
ആ സാധനങ്ങൾ അവിടുന്ന് കടത്തിയിട്ട് തന്നെ കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇന്റലിജന്റ് ആയ ആൾക്കാരാണ് അവിടെ പോകുന്നത്. ഇപ്പൊ നമ്മൾ മറ്റേ ഇയാളില്ലേ, നമ്മുടെ ഇയാള് ഇന്ത്യയിലെ പാകിസ്ഥാനിൽ പോയിട്ട് മറ്റേ ഇത് ചെയ്ത് ഇന്റലിജൻസ് ബ്യൂറോന്റെ ഡോവൽ പേര് പെട്ടെന്ന് മറന്നുപോയതുകൊണ്ട് അജിത് ഡോവൽ എന്താണ്, ഓക്കെ, എനിക്ക് ആ മറ്റേ പാർട്ടിയോട് അതിലെന്റെ വിയോജിപ്പ് ഞാൻ ഏർപ്പെടുത്തും. എനിക്ക് ആ പാർട്ടിയോട് യാതൊരു കൂറുമില്ലാത്ത ഒരാളാണ്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കണം, ഇദ്ദേഹം ഇവിടുന്ന് പോയിട്ട് അവിടെ 7 കൊല്ലം എന്താണ് അവിടെ ഒരു ദരിദ്രനായിട്ട് ഒരു ബെഗറായിട്ട് അവിടെ താമസിക്കുകയാണ്. പിടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ ചില്ലറപ്പെട്ട ശിക്ഷയത്വമല്ല. ഇതിനെ അതിജീവിച്ചുകൊണ്ട് അവിടെ ഈ പറയുന്ന പോലെ ഈ പാകിസ്ഥാന്റെ ആർമിയുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ വേണ്ടി ഒരാൾ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറപ്പെട്ട സംഭവമല്ല. അപ്പൊ അതുപോലുള്ളൊരു പ്രവൃത്തി തന്നെയാണ് ഇവിടെ ആര് ചെയ്തത്? നമ്പിനാരായണനെ പോലെ ഒരു മനുഷ്യൻ ചെയ്തത്. അത് ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. ശരിയോ തെറ്റോ എന്നുള്ളതല്ല, നമ്മൾ നമ്മുടെ കാര്യം ആലോചിക്കുക. ഇന്ത്യ ആകുമ്പോൾ ഇന്ത്യനെ കുറിച്ച് ആലോചിക്കുക. ലോകത്തിന്റെ മുഴുവൻ സാധനങ്ങൾ ആലോചിച്ചില്ല. ഇവിടുന്ന് പലതും അങ്ങോട്ടും കടത്തിക്കൊണ്ടുപോകുന്നുണ്ട്. ഇതിപ്പോ ഇങ്ങനെ ഒരു പരിപാടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു സംഭവമായിട്ടാണ് എനിക്ക് പലപ്പോഴും ഇത് തോന്നിയിട്ടില്ല. കാരണം ഒരു അതിജീവിത കൂടെ തന്നെയാണ്. പക്ഷെ അതിൽ ദിലീപിനെ എന്താക്കണം, കരുവാക്കണം എന്ന് പറയുന്നതിൽ എനിക്ക് അതിനോട് യോജിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ദിലീപിനെ അത്യാവശ്യം നന്നായിട്ട് അറിയുന്നൊരു, ഇതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ അല്ല മറ്റു ചാനലിലോ അവിടെ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടിയിട്ട് എൻ്റെ നെഞ്ചത്തേക്ക് കയറും. അതെനിക്കറിയാം. ഞാൻ ആരും കുറ്റം പറയുന്നില്ല. ഞാൻ സ്ത്രീകളുടെ ഭാഗത്ത് തന്നെ, ഞാൻ സ്ത്രീകളെ വളരെയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. എൻ്റെ കഥകളിലൊക്കെ തന്നെ ഞാൻ ആ സ്ത്രീകളുടെ ഭാഗത്തു നിന്നുകൊണ്ടുള്ള എഴുത്ത് തന്നെ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇതുകൊണ്ട് പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പത്രങ്ങൾ, എൻ്റെ ഉത്തരം നീണ്ടുപോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പത്രങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, അതായത് ലോകത്തിലെ ഏറ്റവും ചീഞ്ഞ പത്രപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പത്രമാധ്യമ സംസ്കാരമാണ് എവിടെയുള്ളത്? ഇന്ത്യയിലുള്ളത്. നേരത്തെ അത് ബ്രസീലിലായിരുന്നു, ഇപ്പോൾ ഇന്ത്യയിലാണ് അതുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ എൻ്റെയും തലച്ചോറ് ആര് തിന്നിരിക്കുകയാണ്? അതിൽ വൈറസ് പോലെ കയറിയിരിക്കുകയാണ്. ഈ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്ത് പറയണമെന്ന് അവർ തീരുമാനിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ നീതിന്യായ പീഠത്തെ പോലും നമ്മൾ എതിർത്ത് സംസാരിക്കുന്നത്. കാരണം 1700 പേജ് എന്തെഴുതി, 1700 പേജ് കുറ്റപത്രം എഴുതിയോ? 278 മറ്റോ ആളുകളെ എന്ത് ചെയ്തു? ക്രോസ് വിസ്താരം ചെയ്തു. അതിൽ നിന്ന് പകുതി അവരുടെ ബന്ധുക്കളാണ്, അവർ കാലുമാറി. ബാക്കി കുറച്ച് സുഹൃത്തുക്കളാണ്, കാലുമാറി. ബാക്കി എല്ലാവരും പറഞ്ഞത് പിന്നെ ശരിയായിരുന്നു എങ്കിൽ ഇദ്ദേഹത്തെ ശിക്ഷിക്കുമായിരുന്നില്ലേ? നമ്മളത് ആലോചിച്ച് നോക്കണം. ഇതെൻ്റെ അഭിപ്രായമാണ്, നിങ്ങളുടെ അഭിപ്രായമല്ല. നിങ്ങൾക്ക് ഇതിനോട് എതിരഭിപ്രായങ്ങൾ ഉണ്ടാകും. അതന്നെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്നിട്ട് ഓക്കെ, നിങ്ങൾ ആ വെർഡിക്റ്റ് വരുമ്പോൾ, ആ വിധി പ്രസ്താവന വരുമ്പോൾ നിങ്ങൾക്ക് അതിനോട് വിയോജിക്കാം. പക്ഷേ പത്രക്കാർ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ആ ജഡ്ജി എന്ത് ചെയ്ത് ഇതിന് കൂട്ടുന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു വേറെന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ, വലിയൊരു സംഭവത്തിനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കൂട്ടു നിന്നിട്ടുണ്ടാവാം, എനിക്കറിയില്ല. കൂട്ടു നിന്നിട്ടുണ്ടാവാം, നിങ്ങൾക്ക് അങ്ങനെ ആലോചിക്കാം. ഇവിടെയുള്ള ഒരു ജില്ലാ ജഡ്ജി എന്ന് പറയുന്ന അവർ വളരെ നല്ലൊരു ജില്ലാ ജഡ്ജിയാണ്. നല്ല നിലപാടുകളുള്ള ഒരു ജില്ലാ ജഡ്ജിയാണ്. ആ ജില്ലാ ജഡ്ജി ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു പെണ്ണിന്റെ പ്രശ്നത്തിന് കൂട്ടു നിൽക്കാതെ വ്യാജമായിട്ടുള്ള ഒരു വിധി പ്രസ്താവന നടത്തി എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ? നിങ്ങൾക്ക് എൻ്റെ കഥ മോശം എന്ന് പറയാം, പക്ഷെ ഞാൻ ആ കഥ എഴുതിയോണ്ട് ഞാൻ ഒരു വർഗീയവാദി എന്ന് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കഥ ശരിയല്ല എന്ന് പറയാം, വ്യക്തിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഈ കാര്യം വെച്ച് ക്രൂശിക്കാൻ വേണ്ടി പറ്റില്ല. ഇവിടെ എന്താണ് ക്രൂശിക്കുക? പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് ഇതുള്ളത്? എന്താണ്, എന്ത് കാര്യമാണ് ഇതിനുള്ളത്? അപ്പൊ കോടതിയൊന്നും ഒന്നും അല്ലേ? അപ്പൊ അതുകൊണ്ട് ആരും വേവലാതിപ്പെടണ്ട. ഞാൻ ഈ കാര്യം എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അതുകൊണ്ട് നിസാറു എന്ന് പറയുന്ന കഥയും ആ പ്രശ്നവുമായിട്ട് കൂട്ടിക്കലർത്താൻ വേണ്ടി പറ്റില്ല. ഞാൻ പറയുന്നത് ഒരു സത്യം പറയാന്നുള്ളത് ഏറ്റവും പ്രശ്നമുള്ള സമയമാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാവരും എന്താണ്, പണ്ട് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രശ്നമാകും എന്നുള്ളതാണ്.
വേറൊരു എഴുത്തുകാരനാണെങ്കിൽ ഞാനിപ്പോൾ സംസാരിച്ച പോലെ ഒരിക്കലും സംസാരിക്കൂല. ഈ ചോദ്യത്തിൽ നിന്ന് സ്കിപ്പ് ചെയ്തു പോകും. ഞാനായതുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് എൻ്റെ അഭിപ്രായം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ആരെ ഭാഗത്തു നിന്നുകൊണ്ട് പറയുന്നതല്ല. ഞാൻ അതിജീവിത ഒപ്പം തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് വേറൊരു വ്യക്തിയെ ഇതിന് കണ്ടെത്തൂ. ഇതിൻ്റെ ആരാണ് ഇതിൻ്റെ കുറ്റവാളി എന്നത് കണ്ടെത്തുക. ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരം കുറേ നീണ്ടു പോകും.